എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ജയകൃഷ്ണ മാഷോട് ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരം തന്നില്ല. ഈ വിദ്വേഷം കള്ള പ്രചരണം നടത്തി എന്തിനായിരുന്നു നിങ്ങൾ ഇതൊക്കെ നടത്തിയത് എന്ന ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഒരു മറുപടി. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഉണരൂ ഉണരൂ ഉണരൂ. നിങ്ങൾ മാത്രമല്ല, നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളിപ്പോൾ ആരോടാണ് ഈ നാട് കത്താതിരിക്കാൻ ആരോടാണ് ഇപ്പോൾ നമുക്ക് കടപ്പാട്? വലിയൊരു ക്രൈമാണ് ആ ചങ്ങായി ചെയ്തത്, ബോംബ് വെച്ചവൻ. പക്ഷെ എന്നാൽ പോലും അവൻ ഒരാഴ്ച ഒന്ന് ഒളിവിൽ മാറി നിന്നിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്താ സംഭവിക്കുക? പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ഇത്ര മനസ്സ് മലിനമായ ആളുകളാണ് ഇവര്. ഇങ്ങനെ ഒരു കൊടും പകയുണ്ട്. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. ആരൊക്കെയാണ്? നമ്മളൊക്കെ വളരെ ഈ സംഖ്യകൾ പോട്ടെ, കൃസംഖ്യകൾ പോട്ടെ, വിട്ടുകളയാ. അവരെ മനസ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ പറഞ്ഞ പോലെ നമ്മൾ നല്ല സെക്കുലർ ഫാബ്രിക്കിൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് കരുതി പോരുന്ന മനുഷ്യന്മാർ പോലും അവരുടെ ഒരു പ്രത്യേക മുഖമല്ലേ ഈ ഇന്നലെ പുറത്തേക്ക് വന്നത്. നിങ്ങളെപ്പോലെ വർഗീയതയോട് സന്ധി ചെയ്യാത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് നിങ്ങൾ. ആ നിങ്ങളുടെ ചാനൽ പോലും നടത്തിയ ന്യൂസ് എന്താണ്? ഇതിന് ഈ എന്താണ് ഹമാസിന്റെ ഇത് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ഏത് പോലീസ് ഞങ്ങളോട് പറഞ്ഞു? ഇതൊക്കെ അന്വേഷിച്ച് ചെന്നാലും അറിയാം, കേന്ദ്രം ഇതാ അവിടുന്ന് വരുന്നു, അവർ ഇങ്ങോട്ട് അന്വേഷിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രജുഡൈസ് ആയിക്കൊണ്ടുള്ള ഒരു മുൻവിധിയോട് കൂടിയുള്ള ഇത് ഇന്ന പേരായിരിക്കും നടത്തിയിട്ടുണ്ടാകുക എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അകത്ത് അത്യന്തം അപകടം നടന്ന ഒരു ചിന്തയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, ചെറുതല്ല. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാം. എല്ലാവരും ഭീതിയിലായിരുന്നു. എന്താ ഇവിടെ നടത്തിവിട്ടത്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റോഹൻ ദുവ എന്ന പേരുള്ള ഒരു RSSന്റെ ഒരു സംഘി പോർട്ടൽ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ആ പോർട്ടൽ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ചാനലുകൾ, ന്യൂസ് 80, അതുപോലെ തന്നെ ഫസ്റ്റ് പോസ്റ്റ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, DNA, അതുപോലെ തന്നെ ANI, അവരൊക്കെ ഇതിനെ അവലംബമാക്കിയിട്ടാണ് വാർത്ത കൊടുത്തത്. ആ വാർത്തക്കുള്ള വേഗത എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. പ്രശ്നമാക്കണ്ടെന്നോ? ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് താല്പര്യം തുടക്കം വെക്കുന്നത്. ചില്ലറ വേഗതയല്ല ആ വാർത്തക്ക് ഉണ്ടായിരുന്നത്. ആ വാർത്ത അതികഠിനമായ രീതിയിലാണ് പ്രചരിക്കപ്പെട്ടത്. അതിൽ പറയുന്നു, ഖാലിദ് മിഷാൽ എന്ന ഹമാസിന്റെ നേതാവ് മലപ്പുറത്ത് വന്നു. ആ വന്ന ഉടനെ തന്നെയാണ് എന്ത് ചെയ്ത്, ഈ കളമശ്ശേരിയിലെ ജൂത കേന്ദ്രം ടാർഗറ്റ് ചെയ്തു. എന്തൊക്കെ കഥകളാണ്! ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. മാത്രമല്ല, MV നികേഷ് കുമാർ, അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ പോളും, ഇവര് രണ്ടുപേരും ഇരുന്ന് ഉച്ചക്ക് ചർച്ച ചെയ്യണം. എന്താ ചർച്ച ചെയ്യുന്നത്? ചർച്ചയിൽ പറയുന്നത് നോക്ക് നിങ്ങൾ. ഈ യഹോവ സാക്ഷികൾ ക്രിസ്തു ദേവനെ അംഗീകരിക്കുന്നില്ല, മറിച്ച് അവർക്ക് യഹോവയാണ് ദൈവം, ജൂതരുടെ ദൈവവും യഹോവയാണ്. അങ്ങനെ തുടങ്ങി ഒരു ജൂതരും യഹോവയുടെ ചർച്ചയാണ് ഇങ്ങനെ പൊടിപിടിക്കുന്നത്. എന്തായാലും കാരണം ഇവരുടെ മനസ്സിന്റെ അകത്തുള്ളത് ഇത് അതിന്റെ ഭാഗമാണെന്ന്. തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. സത്യത്തിൽ ആ ചങ്ങാതി പോയി കീഴടങ്ങിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് ഒളിവിലേക്ക് മാറി നിന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? രാഘവൻ പറഞ്ഞത് വാസ്തവം. ഇവിടെ വളരെ ശക്തമായ രീതിയിൽ ഈ വിദ്വേഷം. ഇനി ഞാൻ പറയാനുള്ളത് എനിക്ക് കുഞ്ഞിക്കണ്ണ സഖാവിനോട്. എന്താണ് ഇന്നലെ രാവിലെ 10 മണിക്ക് DGPന്റെ പ്രസ്താവന? വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ, അസത്യം പ്രചരിപ്പിക്കുന്നതിനെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും. അത് തന്നെ ADGP പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം എത്ര പേര് വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വർഗീയ താണ്ഡവം വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. വിദ്വേഷം പ്രചരിപ്പിച്ചു. ഒരു FIR ആർക്കെതിരെ എടുത്തോ? സാജൻസ് കറിയ പറയുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വരാജാണ് ഇതിന് പറയില്ല. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു യുവ നേതാവിനെ വരെ കോർണറൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ ഹമാസ് ആണ് ഇത് ചെയ്തതെന്നും ഈ കേരളത്തിലെ ഹമാസ് അനുകൂലികളുടെ നേതാവ് സ്വരാജാണെന്ന് വരെ. ഇതൊക്കെ പറയാൻ സാജന് കിട്ടിയ ധൈര്യം എന്താ? നിങ്ങളെ പോലീസ് അനങ്ങില്ല എന്ന് ഉറപ്പാ. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. നിങ്ങളിങ്ങനെ ഈ കടലാസിൽ പഞ്ചസാര എഴുതി വെച്ച് നക്കി നോക്കിയാൽ മധുരം ഉണ്ടാവില്ല സഖാബിയെ. ശക്തമായി നടപടിയെടുക്കണം. മുമ്പൊരിക്കൽ PC ജോർജിനെതിരെ ചെറിയൊരു കേസ് എടുത്തുള്ളൂ, അതിന്റെ ഫലം കണ്ടില്ല. ഇപ്പൊ മുണ്ടുന്നുണ്ടോ? പേടിച്ചുത്തിരിക്കുക.
അതേമാതിരി എത്ര പേരെ നിങ്ങൾ വെറുതെ വിട്ടു? നിങ്ങളെ പോലീസിന്റെ നിസ്സംഗതയിൽ ഈ നാട്ടിൽ എന്തെല്ലാം ഇറങ്ങേറി. പച്ചക്ക് പറയുക പറയാം, പോലീസിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ കേസെടുക്കൂല. ഞാൻ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കാം, അല്ലാതെ കേസാക്കാനുള്ള വകുപ്പ്. ഹിന്ദു ഐക്യവേദിയുടെ തൃശ്ശൂരിലെ സമ്മേളനത്തിൽ വെച്ച് 1.5 മണിക്കൂർ പ്രവാചകനെയും ഖുർആനെയും തെറി വിളിച്ചുകൊണ്ട് ജാമിദ എന്ന ഒരു സ്ത്രീ പ്രസംഗിച്ചു. നിങ്ങളെ പോലീസിന്റെ റിംഗ് ഗ്രൗണ്ടിൽ നിന്നിട്ടാ പ്രസംഗിക്കണേ. വെറും 3 മിനിറ്റ് നേരം വിദ്വേഷം നടത്തിയതാണ് നൊബൽ ശർമ്മക്കെതിരെ രാജ്യവ്യാപകമായി കേസെടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞത്. എന്നാൽ കേരളത്തിലെ പോലീസ് അത് ചെയ്തോ? കേരളത്തിലെ പോലീസ് എന്തെങ്കിലും ഈ വിഷയത്തിൽ ചെയ്തോ? ഇപ്പോഴും പറഞ്ഞിട്ടില്ല എലത്തൂരിലെ അറ്റാക്ക്. എലത്തൂരിൽ ആരാ പിറകില്? പറഞ്ഞു കൊടുക്ക. നിങ്ങള് ജയകൃഷ്ണ മാഷൻ ചോദിച്ചല്ലോ, ആ പിടിച്ചവന്റെ പിന്നിൽ ഏത് തീവ്രവാദിയാണ്? അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ. ഏത് താലിബാനുള്ളത് പറ. അവിടെ മരിച്ചുപോയ 3 എണ്ണം ഉണ്ട്. ഇന്റെ അയലക്കത്തിലെ ഒരു കുട്ടിയാണത്. അവരുടെ സമുദായം നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങൾ ചർച്ച ചെയ്യില്ല. നിങ്ങൾ ഈ പ്രതിയുടെ സമുദായം മാത്രം വെച്ചിട്ട് നിങ്ങൾ ആ മറ്റേ കണ്ണ് വെച്ച് ദർപ്പണം വെച്ച് നിങ്ങൾ ഓരോ കഥകൾ ഉണ്ടാക്കണ്ടല്ലോ. ഇവിടെ എന്താ ഇവിടെ സംഭവിച്ചത്? എത്ര കേസുകൾ? പ്രതീഷ് വിശ്വനാഥൻ ആയുധങ്ങൾ കൂട്ടിയിട്ട് ഫേസ്ബുക്കിൽ പറയാണ് ഇതൊക്കെ എടുത്ത് ഇനി ഉപയോഗിക്കാനുള്ളതാ. നിങ്ങൾ പോലീസ് ഇറങ്ങിയോ? 66F പോലുള്ള സൈബർ കുറ്റങ്ങൾ വലിയ നിയമം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. 153A ഉണ്ട്, 295A ഉണ്ട്. എടുക്കോ നിങ്ങൾ? അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. കേന്ദ്രമന്ത്രിക്കെതിരെ നിങ്ങൾ സംസാരിച്ചല്ലോ, കേസെടുക്കാൻ ധൈര്യം കിട്ടും. ഈ അനിൽ ആന്റണി ഈ ചങ്ങാതി ആ ഒരു എന്താണ് പോപ്പുലർ ഫണ്ടിന്റെ പേര് PFI എന്ന ഈ സൈനികന്റെ മുകളിൽ എഴുതി വെച്ച കേസ് തട്ടിക്കൂട്ട് കേസായിരുന്നു. അത് കളവായിരുന്നു. പക്ഷേ അയാൾ രാജ്യവ്യാപകമായി വാർത്താ സമ്മേളനം നടത്തി. ആ അനിൽ ആന്റണിക്കെതിരെ ഒരു കേസുകൾ എടുക്കും. അനിൽ ആന്റണി അത് മാത്രമാണ് ചെയ്തത്. കാസർഗോഡ് ഒരു ബസ് തടഞ്ഞു. വിദ്യാർത്ഥികൾ വെറും യാത്രാ ബസ് നിർത്താത്ത ബസ്സിനെ തടഞ്ഞ. പക്ഷേ അതിൽ ബുർഖ ധരിച്ച 4 കുട്ടികളുണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ എന്താണ് ഈ അനിൽ ആന്റണിന്റെ ആ ട്വീറ്റ് കണ്ടോങ്ങള്? കേസെടുത്തോ നിങ്ങൾ? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, നിങ്ങൾക്ക് അനിൽ ആന്റണിക്കെതിരെ കേസെടുക്കാൻ വയ്യ. ഈ പറഞ്ഞ സാജൻ സ്കറിയക്കെതിരെ കേസെടുക്കും. എന്റെ അവസ്ഥ പിന്നെ എന്താവൂടൂ? വില പോകുന്നു. അർമാ ന്യൂസ് ഛർദ്ദിച്ചുകൊണ്ടേ നിൽക്കുക. രാവിലെ തുടങ്ങുകയാണ്, അസ്തമിച്ചാലും തീരൂല. നട്ടപ്പാതിരൊക്കെ പോലും പെരും വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക. ശ്രേഷ്ഠമായി നോക്കി നിൽക്കുകയാണ്. കേരളം വർഗീയ ഭൂമിയാക്കാൻ മിണ്ടാതിരിക്കുന്ന പോലീസിന്റെ നിസ്സംഗതയെ കുറിച്ച് ഇപ്പോഴും ഞാൻ സഖാവിനോട് ചോദിക്കുന്നു. ഒരു FIR എവിടെ ഇട്ടോ? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.